Hello guys, welcome back to my channel. It's Chico-chan. നിങ്ങൾ ഈ കാണുന്നത് എപ്പിസോഡ് 5 ഓഫ് ദ മല്ലു ഒതാക്കു സീരീസ് ആണ്. അപ്പോൾ അറിയാത്തവർക്ക് ഞാൻ ഒന്നുകൂടി പറയാം, ദ മല്ലു ഒതാക്കു സീരീസ് എന്റെ യൂട്യൂബ് ചാനലിൽ പോയാൽ അറിയാൻ പറ്റും. അതിലെല്ലാം ആനിമെ റിലേറ്റഡ് റിവ്യൂസ്, സജഷൻസ് ആൻഡ് ആനിമെ റിലേറ്റഡ് സ്റ്റഫ്സ് ഞാൻ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സീരീസ് ആണ്. അത് മാത്രമല്ല, നിങ്ങളൊരു ആനിമെ ലവർ ആണെങ്കിൽ അല്ലെങ്കിൽ ആനിമെ കാണാൻ താല്പര്യപ്പെടുന്നു പക്ഷെ എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ആ സീരീസ് കാണുക. പിന്നെ ഇത് എപ്പിസോഡ് 5 ആണ്. സോ ഇന്ന് ഞാൻ ഏത് ആനിമേനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, എപ്പിസോഡ് 4 കണ്ടവർക്ക് എന്തായാലും അറിയാം, ഞാൻ സംസാരിച്ചത് ദ റോങ് വേ ഓഫ് യൂസിങ് ഹീലിംഗ് മാജിക് എന്നുള്ള ഒരു ആനിമേനെ പറ്റിയായിരുന്നു ഞാൻ സംസാരിച്ചത്. ഈ ഒരു ആനിമെ ഏറെക്കുറെ സിമിലർ ആണ്. പിന്നെ അതുമാത്രമല്ല, എനിക്ക് കുറെ സജഷൻസ് കിട്ടിയായിരുന്നു യൂട്യൂബിലെ കമന്റ് ബോക്സിലും ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറി റിപ്ലൈസിലും എല്ലാത്തിലും എനിക്ക് കുറെ സജഷൻസ് കിട്ടി. ഞാൻ കണ്ട ഒരു ആനിമയാണ്. ഇതും ഒരു ഇസക്കായ് ആനിമയാണ്, ഫാന്റസി ഫൺ ആനിമയാണ്. ഇതും ഒരു ലൈറ്റ് ഹാർട്ടഡ് ആനിമയാണ്, സ്ലൈസ് ഓഫ് ലൈഫ് ആനിമയാണ്. അപ്പൊ ആനിമയുടെ പേര് ചോദിക്കുകയാണെങ്കിൽ ഇച്ചിരി വലിയ പേരാണ്, ചില്ലിംഗ് ഇൻ അനദർ വേൾഡ് വിത്ത് ലെവൽ 2 സൂപ്പർ ചീറ്റ് പവേഴ്സ്. അങ്ങനെയാണ്, ചില്ലിംഗ് ഇൻ അനദർ വേൾഡ് വിത്ത് ലെവൽ 2 സൂപ്പർ ഷീറ്റ് പവേഴ്സ് എന്നുള്ള ഒരു ആനിമയാണ്. ഇതും ഒരു ഇസക്കായ് ആനിമയാണ്, ഫാന്റസി ആനിമയാണ്. ഇതിൽ കുറെ ഫൈറ്റ്സ് ഉണ്ട്. ഹാരം ആനിമ അല്ല, ബട്ട് സ്റ്റിൽ ഒരു റൊമാൻറ്റിക് ആസ്പെക്ട് ഒരുപാട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു ആനിമയാണ്. ഈ ആനിമയുടെ കഥ ഞാനിപ്പോൾ പറയാം. സാധാരണ ഞാൻ കണ്ണാടി വെച്ചാണ് വീഡിയോ എടുക്കാറ്, ബിക്കോസ് ഐ എം ബ്ലൈൻഡ്. സോ പ്ലീസ് എക്സ്ക്യൂസ് ദ ഇൻകൺവീനിയൻസ്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. കഥയെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ ആനിമയുടെ പേര് ചില്ലിംഗ് ഇൻ അനദർ വേൾഡ് വിത്ത് ലെവൽ 2 സൂപ്പർ ചീറ്റ് പവേഴ്സ്. പേര് വലുതാണ്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് വർത്ത് വാച്ചിങ്. ബിലീവ് മീ, ട്രസ്റ്റ് മീ, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുകയാണ്, വലിയ പേരുകളുള്ള ആനിമേസ് ഉണ്ടല്ലോ, ശരിക്കും അണ്ടർ റേറ്റഡും വളരെ കിടിലൻ ആനിമേസ് ആയിരിക്കും ഈ വലിയ പേരുള്ള ആനിമേസ്. സത്യമായിട്ടും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല വലിയ പേരുള്ള ആനിമെ. ഏതെങ്കിലും ഒരു ആനിമെ കണ്ടിട്ട് ഒരുമാതിരി നായി പോയത് ഒരു ആനിമെ ഞാൻ കണ്ടിട്ടില്ല. വലിയ പേരുണ്ടെന്ന് വെച്ചിട്ട് നിങ്ങളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത്, കിടിലൻ ആനിമെ ആയിരിക്കും. എപ്പിസോഡ് 4 നിങ്ങൾ എന്തായാലും കാണണം, അത് കണ്ടറിയാൻ പറ്റും. വേറൊരു ഇസക്കായ് ആനിമയാണ്. അപ്പൊ അതേപോലെ സിമിലർ ആണ്, എന്നാൽ അതിൽ നിന്ന് ഒരുപാട് ഡിഫറെന്റുമായ ഒരു ആനിമയാണ്. പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ വളരെ വലിയൊരു ഫാനാണ്. ഇസക്കായ് ആനിമേസിന്റെ ഒരുപാട് വലിയ ഫാനാണ്. ഫാന്റസി ആനിമേസ്, ഐ ലവ് ഇറ്റ്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ജോണർ ഏതാണെന്ന് നിങ്ങൾ എന്തായാലും കമന്റ് ഡൗൺ ചെയ്യണം. ഇസക്കായ് ഇഷ്ടമുള്ളവർ ലെറ്റ്സ് ബി ഫ്രണ്ട്സ്. മുമ്പത്തെ പോലെ തന്നെ ഈ ആനിമെ ഞാൻ കേട്ടിട്ടില്ല, സത്യമായിട്ടും ഐ അക്സെപ്റ്റ് ഡിഫീറ്റ്. ഓൾദോ എനിക്ക് ഈ ആനിമെ ഒരുപാട് ഇഷ്ടമായി. ഈ ആനിമയുടെ കഥ പറയുകയാണെങ്കിൽ, നമ്മുടെ ഹീറോ ബനാസ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയുണ്ട്. അയാളുടെ ലോകത്ത് ഒരു മെർച്ചന്റ് ആയിരുന്നു, സാധനങ്ങൾ വിൽക്കുന്ന ഒരാളായിരുന്നു. ഒരു സ്ഥലത്തിന് വേറെ സ്ഥലത്തോട്ട് സാധനങ്ങൾ വിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇയാളുടെ ലോകത്ത് മനുഷ്യരുമുണ്ട്, ഹ്യൂമൻസും ഉണ്ട്, ഡെമി ഹ്യൂമൻസും ഉണ്ട്. ഓക്കെ, സോ ഇവര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുകയാണെങ്കിൽ, ബനാസയുടെ ലോകത്ത് ഹ്യൂമൻസ് ഡെമി ഹ്യൂമൻസിനെ സ്ലേവ്സ് ആക്കി വെച്ച് ജോലികൾ ചെയ്യിപ്പിക്കായിരുന്നു. സോ ബേസിക്കലി ഡെമി ഹ്യൂമൻസ് ഇവന്റെ ലോകത്ത് അടിമകളായി ജീവിച്ചിരുന്നു എന്നതാണ് സത്യം. ഓക്കെ, പിന്നെ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ, ബനാസയുടെ മനസ്സിൽ ഒരുപാട് സങ്കടമുണ്ട്. ലൈക്ക് ഡെമി ഹ്യൂമൻസിനെ അടിമകളാക്കാൻ പാടില്ല, മനുഷ്യരും ഡെമി ഹ്യൂമൻസും ഒരേപോലെ ജീവിതം ജീവിക്കണം എന്നായിരുന്നു ബനാസയുടെ വ്യൂ പോയിന്റ്. ഈവൻ ദോ ലൈക്ക് മറ്റുള്ളവർക്ക് അങ്ങനത്തെ അല്ലായിരുന്നു ചിന്താഗതി, എല്ലാവർക്കും ഡെമി ഹ്യൂമൻസിനെ അടിമകളാക്കി തന്നെ നിർത്തണം എന്നായിരുന്നു അവരുടെ വ്യൂ പോയിന്റ്. സോ ബേസിക്കലി വാട്ട് ഹാപ്പൻസ്, അപ്പൊ തന്നെ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ ഇവന് ഇസക്കായ് ചെയ്യപ്പെടുകയാണ് വേറൊരു രാജ്യത്ത്. ആ രാജ്യത്തിൽ വേറൊരു ലോകത്ത് വേറൊരു രാജ്യത്തില് ഡീമൻസ് ആർമി വന്ന് ഫൈറ്റും അറ്റാക്കും ചെയ്യുന്നത് കൊണ്ട് അവിടുത്തെ രാജാവ് മജീഷ്യൻസിനെ ഒക്കെ അപ്പോയിന്റ് ചെയ്തിട്ട് പറയും, വേറൊരു ലോകത്തിൽ നിന്ന് ഹീറോ പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരെ സമ്മൺ ചെയ്ത് നമ്മൾ അവരെ ഹീറോ ആക്കിയിട്ട് അവര് നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് ഡീമൻസ് ആർമീനെ ഡിഫീറ്റ് ചെയ്യും എന്നതായിരുന്നു രാജാവിന്റെ ഉത്തരവ്. അയാളുടെ ഉത്തരവനുസരിച്ച് 2 ഹീറോ കാൻഡിഡേറ്റ്സിനെയാണ് സമ്മൺ ചെയ്യപ്പെടുന്നത് വേറൊരു ലോകത്ത്. അവരുടെ ലോകത്ത് വന്നെത്തിപ്പെടുന്ന ഒരു ഹീറോ കാൻഡിഡേറ്റ് നമ്മുടെ ബനാസയാണ്. പിന്നെ വേറൊരു ഹീറോ കാൻഡിഡേറ്റ് എന്ന് വെച്ചാൽ വേറെ ഏതോ ലോകത്ത് നിന്ന് വന്ന വേറൊരു ഈ വ്യക്തി. പിന്നെ അവരെ ഹീറോ കാൻഡിഡേറ്റ്സിനെ സമ്മൺ ചെയ്യുമ്പോൾ തന്നെ വലിയ ഡ്രമാറ്റിക് മാജിക് പോർട്ടൽ തുറക്കുന്നു, വെയിലടിക്കുന്നു, ലൈറ്റ് അടിക്കുന്നു, കാറ്റടിക്കുന്നു, അങ്ങനെയൊന്നുമില്ല. ഒറ്റ ഇൻസ്റ്റന്റില് അവിടെ സമ്മൺ ചെയ്യപ്പെടുകയാണ്. വേറെ ആനിമേസ്, ഇസക്കായ് ആനിമേസ് പോലെ വലിയ ഡ്രമാറ്റിക് എൻട്രി ഒന്നുമില്ല. ബനാസ വന്ന് ഡിസപ്പിയർ ആയി അവന്റെ ലോകത്തുനിന്ന് വേറെ ലോകത്തിൽ ഇങ്ങനെ അപ്പിയർ ആയി, എത്ര ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്, എൻഡ് ഓഫ് സ്റ്റോറി. ഇസക്കായ് ഡൺ. അപ്പൊ ഇങ്ങനെ ആകുമ്പോഴത്തേക്കും ബനാസയുടെയും മറ്റേ ഹീറോ കാൻഡിഡേറ്റിന്റെയും ഈ 2 ഹീറോ കാൻഡിഡേറ്റിന്റെയും സ്റ്റാറ്റ്സ് ചെക്ക് ചെയ്യുമല്ലോ, കേപ്പബിലിറ്റീസ് ചെക്ക് ചെയ്യും, ഇവരുടെ കഴിവുകൾ എന്തൊക്കെയാണ്. പക്ഷെ ബനാസയുടെ ചെക്ക് ചെയ്യുമ്പോൾ ബനാസയ്ക്ക് ഒരു ആവറേജ് ഹ്യൂമന്റെ പവേഴ്സേ ഉള്ളൂ.
അപ്പൊ ബനാസേനെ അവർ ഒഴിവാക്കി വെച്ചിട്ട് മറ്റേ ഹീറോ കാൻഡിഡേറ്റ് നോക്കുമ്പോൾ മറ്റേ ഹീറോ കാൻഡിഡേറ്റിന്റെ സ്റ്റാറ്റ്സ് ബെറ്റർ ആണ്. 999 എന്നൊക്കെയാണ്, ഭയങ്കര ഹൈ ലെവൽ പവർ. അപ്പൊ അവരെല്ലാവരും വാവ് ഹീറോ കാൻഡിഡേറ്റ്, നമ്മുടെ ഹീറോ നിങ്ങളാണെന്ന് പറഞ്ഞിട്ട് മറ്റവന്റെ അടുത്ത് പോകും. അപ്പൊ ബനാസേനെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തു. അപ്പൊ ബനാസേൻ എന്താ ചെയ്യുന്നത്, വലിയൊരു ക്രൂരമായ കാര്യം ചെയ്യും. ബനാസേനെ ഡീമൻസ് ഇൻട്രൂഡ് ചെയ്ത ഡീമൻസ് കയറി നടക്കുന്ന ഒരു ഫോറസ്റ്റ് കാട്ടിൽ കൊണ്ടങ്ങ് വിടും. എന്നിട്ട് അവന്റെ കയ്യിലൊരു ബാഗ് തരും, ബോട്ടംലെസ് ബാഗിൽ കേഴ്സ് വെക്കും, ഡീമൻസ് എല്ലാം അട്രാക്ട് ആവാൻ വേണ്ടി. ഇവനെ കൊല്ലുന്ന, ചുരുക്കം പറഞ്ഞാൽ ഇവനെ ഒഴിവാക്കണമല്ലോ എന്ന് വിചാരിച്ചാൽ ആ കാട്ടിൽ കൊണ്ട് ചാവാൻ വിടുന്നതാണ് രാജാവ്. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇവരുടെ ഈ ലോകത്ത്, ഈ ബനാസയുടെ ലോകത്തിൽ നിന്ന് ഒരുപാട് ഡിഫറൻസ് വന്നത് എന്താന്ന് വെച്ചാൽ ഈ ലോകത്ത് ഡെമി ഹ്യൂമൻസും ഒരുമിച്ച് ഒരേപോലെയാണ് ജീവിക്കുന്നത്. സ്ലേവ്സ്, അടിമ അങ്ങനെയൊന്നുമില്ല, ഒരേപോലെ ജീവിക്കും. ഞാൻ മനുഷ്യൻ, ഞാൻ ഈ ഡെമി ഹ്യൂമൻ വലിയ വ്യത്യാസമൊന്നുമില്ല അങ്ങനത്തെ രീതിയിൽ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഏക വലിയ ദുഷ്മൻ അല്ലെങ്കിൽ ശത്രു അല്ലെങ്കിൽ എനിമി എന്ന് പറയുന്നത് നമ്മുടെ ഡീമൻസ് ആർമി, ഡെവിൽ, ഇവരൊക്കെയാണ്. ഡാർക്ക് വൺ, ഇവർ ഫുൾ ആൾക്കാരാണ്. ഡാർക്ക് ഏരിയ, അവരാണ് ശരിക്കും വലിയ ശത്രു. ഇവരെല്ലാവരും പീസ്ഫുൾ ആയിട്ടാണ് ജീവിക്കുന്നത്. സോ കഥയിലോട്ട് വരുമ്പോഴത്തേക്കും ബനാസേനെ നമ്മൾ കാട്ടിലേക്ക് വിട്ടു നമ്മുടെ രാജാവ്. അപ്പൊ ബനാസ കഷ്ടപ്പെട്ട് അവിടെ കുഞ്ഞു ഡീമൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും ബനാസ അവരായിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും കാര്യങ്ങൾക്കൊക്കെ അവന് മനസ്സിലാവും അവന്റെ ബാഗിൽ ഇങ്ങനെ കേഴ്സ് ഉണ്ടെന്ന്. പിന്നെ ആ കേഴ്സിന് അവൻ നശിപ്പിക്കും. ഇവന്റെ സ്റ്റാറ്റ്സിന്റെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പൊ അവര് ആ പെൺപിള്ള തന്നെ പറയും, വോയിസ് അസിസ്റ്റന്റ് വന്നിട്ട് പറയും, ഇങ്ങനെ കേഴ്സ് ഒക്കെ നിങ്ങൾ എടുത്ത് മാറ്റിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് ലെവൽ 2 അപ്ഗ്രേഡ് ആവുകയാണെന്ന് പറയും. അപ്പൊ ഇവൻ അപ്ഗ്രേഡ് ഒക്കെ ചെയ്യാൻ പറ്റും ലെവൽ 1 നിന്ന് ലെവൽ 2 പക്ഷെ ലെവൽ 2 അപ്ഗ്രേഡ് ആയപ്പോൾ ഇവന്റെ എല്ലാ സ്കിൽസും ഇൻഫിനിറ്റ് ലെവലായി. എന്നുവെച്ചാൽ ഹൈ ലെവൽ എന്നുവെച്ചാൽ ഓവർ പവർ ആയി. നമ്മൾ ഈ സോളോ ലെവലിങ്ങിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഓവർ പവർ ആവും. ആദ്യം ഭയങ്കര ആവറേജ് ആയിരിക്കും അവന്റെ സ്റ്റാറ്റ്സ്, അവൻ പയ്യെ അപ്ഗ്രേഡ് ആയി ഇൻഫിനിറ്റ് ലെവലിലോട്ട് പോകും. അങ്ങനെയാണ് ഈ ബനാസ ഇൻഫിനിറ്റ് ലെവലാവും, ഇവന് ഹൈ പവർ ആവും. മനസ്സിലായില്ലേ? അപ്പോ മറ്റേ ഹീറോ കാൻഡിഡേറ്റ് ഒക്കെ 999 ഉള്ളൂ, പക്ഷെ ഇവന് ഇൻഫിനിറ്റ് ലെവലാണ്. ഇവന് എത്ര മാജിക് ഉപയോഗിച്ചാലും തീരത്തില്ല, കാരണം ഇവന് ഇൻഫിനിറ്റ് ലെവലാണ്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഇവൻ റിവെഞ്ചിനൊന്നും പോകത്തില്ല. ഈ രാജാവ് ഇവനെ ഒഴിവാക്കി വിട്ടു, കൊല്ലാൻ വിട്ടു എന്ന് വിചാരിച്ചിട്ട് ഇവൻ ഒരു റിവെഞ്ചിനും പോകത്തില്ല. അതാണ് അവന്റെ മനസ്സിൽ ഭയങ്കര കൈൻഡാണ്. അപ്പൊ ഇവൻ വിചാരിക്കും, ഞാൻ നോർമൽ ജീവിതം ജീവിക്കുക, ഞാൻ മർച്ചന്റ് ആയിരുന്നല്ലോ കഴിഞ്ഞ ലോകത്ത്, ഈ ലോകത്ത് ഞാൻ മർച്ചന്റായി ജീവിക്കാന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും പയ്യെ ഇവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവന്റെ ഈ കൈൻഡ്നെസ് കാരണം ഇവനൊരു ഡീമൺ ഡയർ വുൾഫാണ്, വലിയൊരു വുൾഫ്. ആ വുൾഫിനെ സ്നേഹിച്ച് ആ വുൾഫ് മനുഷ്യരൂപം എടുത്ത് ഇവർ രണ്ടുപേരും കല്യാണമൊക്കെ കഴിച്ച് ജീവിക്കും. ഹാരമല്ല, റൊമാൻസ് ആണ്, സോഫ്റ്റ് റൊമാൻസ് ആണ്. ഭയങ്കര നല്ലൊരു കഥയാണ്. ഇവർ തമ്മിൽ കല്യാണം കഴിച്ച് നോർമൽ ലൈഫ് ജീവിക്കാൻ നോക്കും. അങ്ങനെ ഡീമൻസിന്റെ ആർമിയുടെ ഹെഡ് ഡാർക്ക് വൺ വരെ ഇവരായിട്ട് ഫ്രണ്ട്സ് ആവും. വളരെ നല്ലൊരു ആനിമെ. ഇതിലെല്ലാം കുറെ കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. ഇവന്റെ വീട്ടിലൊന്ന് താമസിക്കാൻ കുറെ വോറൽസ് ആയിട്ടുള്ള കുറെ പെണ്ണുങ്ങൾ വരുന്നുണ്ട്. ഗിൽഡ് എന്ന് വന്നാൽ അവരെ ട്രെയിൻ ചെയ്യിക്കും, ഇവർ കൃഷി ചെയ്യും, കുതിരകളുണ്ടാവും. ഫാമിലി ഒരു നല്ലൊരു ലൈവ്ലി സ്ലൈസ് ഓഫ് ലൈഫ് ആനിമെ എന്ന് പറയാം. അതിന്റെ കൂടെ തന്നെ ഫ്രണ്ട്ഷിപ്പ്, റൊമാൻസ് എന്ന് പറഞ്ഞ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റൊമാൻസ് ടൈപ്പാണ്. ഭയങ്കര ഡീപ്പായിട്ട് ഭയങ്കര ഇഷ്ടമായ ഒരു ആനിമയാണ്. കാരണം സാധാരണ റൊമാൻറ്റിക് ആനിമെ കാണുമ്പോഴത്തേക്കും കംപ്ലീറ്റ് റൊമാൻസ് മാത്രമായിപ്പോവും, അല്ലെങ്കിൽ ഹാരമായിപ്പോവും. ഇത് അങ്ങനെയല്ല, ഹാരമും ഇല്ല, റൊമാൻസ് ഉണ്ട്, ബട്ട് ലൈറ്റ് ആണ്. അതിന്റെ കൂടെ തന്നെ ഫൈറ്റ്സ് കാണുന്നുണ്ട്, വാർ വരുന്നുണ്ട്, ഇവൻ ഡീമൻസിനെ ഫൈറ്റ് ചെയ്യുന്നു. ഇവൻ ആരെയും ഫൈറ്റ് ചെയ്ത് കൊല്ലത്തൊന്നുമില്ല. ഇവൻ എല്ലാവന്റെ മനസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരെയും ഫൈറ്റ് ചെയ്യില്ല, ഡീമൻസിനെയും ഫൈറ്റ് ചെയ്യില്ല, പീസ്ഫുൾ ഹാർമണി ആയിട്ട് ജീവിക്കണം. കാരണം കഴിഞ്ഞ എന്റെ ലോകത്ത് ഡെമി ഹ്യൂമൻസും തമ്മിൽ ചെയ്തില്ലായിരുന്നു. എന്റെ മനസ്സിലെന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഹാർമണി പീസിൽ ജീവിക്കണം എന്നൊക്കെയാണ്. കേൾക്കുമ്പോഴത്തേക്ക് ഇതൊരു നോർമൽ ഇതായിട്ട് തോന്നും, ബട്ട് ഭയങ്കര ഡീപ്പ് ഇമോഷണൽ സ്പീച്ചസ് ടോക്സ് ഒക്കെ ഉണ്ട്. ബട്ട് ടു ബി ഓണസ്റ്റ്, ഞാൻ ഈ ആനിമയ്ക്ക് ഒരു 8.5 കൊടുക്കും. 10ൽ 8.5 എന്തുകൊണ്ടാണ് 10 ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഓവർ പവേർഡ് ആയിരുന്നു ഹീറോ, ഓവർ പവേർഡ് ആയിരുന്നു, ഒരു വീക്ക്നെസ്സും ഇല്ല. ചുരുക്കം പറഞ്ഞാൽ ഒരു വീക്ക്നെസ്സും ഇല്ല. അതുകൊണ്ട് നമ്മൾ ആനിമെ കാണുമ്പോൾ ഹീറോയ്ക്കോ വില്ലനായാലും വീക്ക്നെസ്സസ് വേണമല്ലോ. അതാണല്ലോ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫീൽ വരുന്നത്, നമ്മുടെ ഒരു ത്രില്ലിംഗ് ഫീൽ. നമുക്കറിയാം ഇവൻ ഓവർ പവേർഡ് ആണ്, ഇവനൊരു അന്ത്യമില്ല, ഇവനൊരു ലിമിറ്റ്ലെസ് ആണ്. അതുകൊണ്ട് ഇവൻ തോക്കില്ല എന്നുള്ള മൈൻഡ് സെറ്റ് വരുന്നത് കൊണ്ട് ഞാൻ 8.5 കൊടുക്കുന്നുള്ളൂ. പക്ഷേ 10 out of 10 ഞാൻ എന്തിനെങ്കിലും കൊടുക്കണം ഈ ആനിമയുടെ ഓപ്പണിംഗ് സോങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചിലർക്കത് ക്രിഞ്ചായിട്ട് തോന്നുമെങ്കിൽ പോലും എനിക്ക് തീരെ ക്രിഞ്ചായിട്ട് തോന്നില്ല. ഞാൻ ആ ആനിമയുടെ ഈ പാട്ട് ഞാൻ 48 മണിക്കൂറായിട്ട് എൻ്റെ തലയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ഞാൻ വെറുതെ ഇരുന്നാലും ആ പാട്ടിലെ ഡാൻസും നല്ല രസമാണ്. ആ ഡാൻസ് ഒക്കെ നിങ്ങൾ കണ്ടു നോക്കണം. ചില്ലിങ് ഇൻ അനദർ വേൾഡ് വിത്ത് ലെവൽ 2 സൂപ്പർ ചീറ്റ് പവേഴ്സ് ഇൻ ദ ഓപ്പണിംഗ് സോങ്. So basically it's worth a watch.
12 എപ്പിസോഡേ ഉള്ളൂ. നെറ്റ്ഫ്ലിക്സിലും ക്രഞ്ചി റോളിലും അവൈലബിൾ ആണ്. സീസൺ 2യുടെ കാര്യം ഇതുവരെയ്ക്കും ഒന്നും പറഞ്ഞിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ വെരി ഹോൾസം, ലൈറ്റ് ഹാർട്ടഡ് സ്ലൈസ് ഓഫ് ലൈഫ് with fights, romance, friendship, everything is there. It's not a harem anime, but still നല്ലൊരു ഇസെക്കായ anime നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് കാണണമെന്നുണ്ടെങ്കിൽ watch this anime. Chilling in another world with level 2 super cheat powers. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫെല്ലോ മല്ലു ഒതാക്കു ഫ്രണ്ട്സ്, ആനിമെ കാണുന്ന ഫ്രണ്ട്സ് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്യണേ. പിന്നെ നിങ്ങളുടെ വ്യൂസ് എന്താണെങ്കിലും, നിങ്ങൾക്ക് ആനിമെ റിവ്യൂസ്, ആനിമെ സജഷൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റെ വീഡിയോനെ പറ്റി പറഞ്ഞത് ഇഷ്ടമായില്ലെങ്കിൽ ക്രിറ്റിസിസംസ് ഉണ്ടെങ്കിൽ എന്താണെങ്കിലും ഫീൽ ഫ്രീ ടു ഡ്രോപ്പ് യുവർ കമൻറ്റ്സ് ഇൻ ദ കമൻറ്റ് ബോക്സ്. ഐ വിൽ ബി സോ ഹാപ്പി ടു റീഡ് ദം ഓൾ. നിങ്ങൾക്ക് എൻ്റെ പ്രീവിയസ് വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സ് കണ്ടാൽ അറിയാം, ഞാൻ ഒരു കമൻറ്റ് പോലും റിപ്ലൈ ചെയ്യാണ്ടോ വായിക്കാണ്ടോ ഇരിക്കാറില്ല. ഐ പ്രോമിസ് യു ദാറ്റ് വി വിൽ ഓൾ ടോക്ക് ലൈക്ക് ഫ്രണ്ട്സ്. പിന്നെന്താണെന്ന് വെച്ചാൽ it's really nice to talk in comment box about anime and other stuffs also. So please feel free to comment down your views, your favorite characters, any new anime suggestions. We'll talk in the comment box. And സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് പുതിയ വീഡിയോസ് ഉണ്ടാക്കാനുള്ള ഒരു മോട്ടിവേഷൻ വരും. അത് മാത്രമല്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എൻ്റെ അടുത്ത വീഡിയോസൊക്കെ എങ്ങനെ കാണാൻ സാധിക്കും അല്ലേ? സോ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ അടുത്ത വീഡിയോ വരുന്നവരെ ശുഭദിനം. Chiko-chan signing off.